നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് ഇന്നലെ ജനം ടി വി തെളിയിച്ചു വന്നിട്ടുണ്ട്. അതായത് തന്ത്രിയെ വെള്ളപൂശി എടുക്കുക, ബി ജെ പിയുടെ ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുറച്ച് സംഘപരിവാറുകാരായിട്ടുള്ളവരെ അറിയാലോ, ജനം ടി വിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ CBI ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. അതായത് CBI ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്ത്രി അയ്യോ ഒരു മഹാനുഭാവനാണ്, അദ്ദേഹം തെറ്റൊന്നും ചെയ്യില്ല, അയാളെന്ന് പറഞ്ഞ പച്ചവെള്ളം ചവച്ചേ കുടിക്കുകയുള്ളൂ, അദ്ദേഹം ഈ ശബരിമലയിലെ അധികാരി എന്നുള്ള നിലയ്ക്ക് സർവ്വ കാര്യങ്ങളും ചിട്ടാവട്ടമനുസരിച്ച് ചെയ്യുന്ന ആളാണെന്ന് ബ്രാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ജനം ടി വി ഒരു CBI കാരനെ തന്നെ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും സംഘി മനസ്സുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവർ CBI ആളല്ലേ പറയുന്നത്, തന്ത്രി അപ്പോൾ എന്തായിരുന്നു, പുണ്യാളനായിരുന്നു, ഈ സർക്കാർ വേട്ടയാടാൻ പോകുന്നു എന്ന ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ എന്ത് വേണം, നല്ല അന്തസ്സായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും തന്ത്രി ഒരു 916 കൊള്ളക്കാരനാണെന്ന് തെളിയിക്കുന്ന പ്രതികരണം നടത്തിവെച്ചതോടെ തന്ത്രിയെ പിടിച്ചകത്തിട്ടതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തെളിയിച്ചു. അതിന് ജനം ടി വിക്ക് ഇരിക്കട്ടെ ഒരു മികച്ച അഭിനന്ദനം. തന്ത്രി എൻ്റെ റഡാറിൽ പെട്ടതാണ് 2015-16. പക്ഷെ അന്ന് അദ്ദേഹത്തെ പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നമ്മൾ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ പോയി അയ്യപ്പനെ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം, എപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി ഒരു പ്രധാന ശിഷ്യനാണ്, അതെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടെന്ന്. അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമല വരുന്നത്. ഒരുപാട് 4 ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ്, CBI അടക്കം. അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ 25 ലക്ഷം കൊടുത്താണ് വരുന്നത്, ബോർഡിന് 25 ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത്. ഇയാൾ അവിടെ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയാർമാരെയും തെലുങ്കന്മാർ തമിഴന്മാർ ഭയങ്കര പൈസക്കാർ അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിലിരുത്തി ചമ്പളം പൊട്ടി ഇരുന്നിട്ട് ഈ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിൽ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കൊടുത്തോണ്ട് ഇവർ ആ ബാഗിൽ നിന്ന് എനിക്കൊന്ന് ഒരു കെട്ടെടുത്ത്, എനിക്കൊന്ന് 10 ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കെട്ടെടുത്ത് 2500 നോട്ട് കെട്ടെടുത്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ SI പ്രശാന്ത്, അദ്ദേഹം ഇപ്പോൾ CA ആണ്, പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്രശാന്ത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ചെന്നു. അപ്പം മേൽശാന്തിയുടെ മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്, ദേവസ്വം ബോർഡിന് എഗൻസ്റ്റായിട്ടും അയ്യപ്പനെതിരായിട്ടുമാണ് ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കയായിട്ട് വരേണ്ട, അയ്യപ്പന് വരേണ്ട കാശാണ്. അത് നിങ്ങൾ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുന്നത്, തിരുമേനി അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് FIR എടുപ്പിക്കും, ഞാനിത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ് അയാൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്കെതിരോട്ട് ഒരുപാട് അലിഗേഷൻ പറഞ്ഞു, അത് പോട്ടെ. അപ്പോൾ ഈ തന്ത്രി ഇങ്ങേർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങേര് ചെല്ലുന്നത് തന്ത്രിയുടെ മുറിയിലാണ്. തന്ത്രിയെ എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് രാധാകൃഷ്ണൻജി, അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഒരുപാട് വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ്, ഇവരായിട്ടൊക്കെ യുദ്ധം ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഞാൻ ഒരുപക്ഷെ അദ്ദേഹം ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം കേസുകളുടെ. ഈ തന്ത്രിയെ ഞാൻ ഒരു കാരണവശാലും ഞാൻ വൈറ്റ് വാഷ് ചെയ്യില്ല. ഈസ് ഈക്വലി റെസ്പോൺസിബിൾ. അദ്ദേഹം പറഞ്ഞു ഇത് ആഭരണങ്ങളുടെ ചുമതലയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏത് സമയം അവിടെ ഇരിക്കുകയല്ലേ, അദ്ദേഹം ഇതിനകത്ത് കയറുമല്ലോ, ഈ സാങ്ക്ടോർത്തിനകത്ത് കയറുമല്ലോ ഒരു ദിവസം പല പ്രാവശ്യം. അവിടെ അയ്യപ്പ വിഗ്രഹം കണ്ടില്ലെങ്കിൽ എനിക്ക് ചാർജില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുമോ? ഈ കോൺസ്പിറസിയിൽ ഇദ്ദേഹം ഉണ്ട്. പിന്നെ എനിക്കുള്ള ഒരു ശക്തിയുക്ത, ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പറയാം, എനിക്ക് SITയോടുള്ള ശക്തിയുക്തമായിട്ടുള്ള ഒരു എതിർപ്പെന്ന് പറഞ്ഞാൽ, SIT എൻ്റെ ബ്രദർ ഓഫീസേഴ്സാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാം നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? നമ്മളെല്ലാം സ്വാമി അയ്യപ്പ ഭക്തരാണ്. എന്നെപ്പോലുള്ളൊരു പ്രൊഫൗണ്ട്ലി ഇഞ്ചേർഡാണ് ഇപ്പം ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷനും ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും.
എനിക്കിതിലെങ്കിലും താല്പര്യമില്ല. ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അദ്ദേഹത്തെ എന്തോ ICUവിൽ പ്രവേശിപ്പിച്ചു, ഇനി അടുത്ത വാസു തലകറങ്ങി വീഴാൻ പോണു. ഇതിലൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഇതൊക്കെ സ്റ്റേജ് ഡ്രാമയാണ്. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ലോയേഴ്സ് ഉണ്ട്, എമിനന്റ് ലോയേഴ്സ് അഡ്വൈസ് ചെയ്യാൻ. അപ്പോൾ അതിലൊന്നും ഒരു താല്പര്യമില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോയാൽ ഒരിടത്തും എത്തില്ല. ഈ ഈ തന്ത്രി ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ഈ തന്ത്രിയാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എലി കയറുന്നെന്ന്. അപ്പോൾ ഈ കോൺസ്പിറസിയിൽ അദ്ദേഹം ഇല്ലേ? എലി കയറുന്ന എങ്ങനെയാണ് എലി കയറുന്നത്? മാത്രമല്ല, ഞാൻ ഒരു ക്രൈം നടക്കുമ്പം, ഉദാഹരണം ഒരു മർഡർ ആണെന്ന് വെച്ചോളൂ, ഞാൻ 3-4 പേരുണ്ട്, ഞാനാണ് അത് ആ മർഡർ കമ്മിറ്റ് ചെയ്തത്, വേറെ ഒരാളും രാധാകൃഷ്ണൻ ജിയും കമ്മിറ്റ് ചെയ്തു. പക്ഷേ ഇദ്ദേഹം കൃഷ്ണജി പറയുകയാണ് കുത്തട അവനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിൽ പങ്കെടുത്തില്ലല്ലോ. ഇല്ല, എനിക്ക് കിട്ടുന്ന അതേ ശിക്ഷ ഇദ്ദേഹത്തിനും കിട്ടും, കൃഷ്ണജിക്കും കിട്ടും. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ കുറ്റിയടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല കാണാൻ നല്ല ആക്റ്റീവാണ്, നല്ല ഹെൽത്തിയാണ്. അങ്ങേരെ വെട്ടിച്ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മോഷ്ടിക്കാൻ പോണ കള്ളന്മാർക്ക് നന്നായിട്ട് അറിയാം, ആദ്യം തന്ത്രിയാണ് പാട്ടിലാക്കേണ്ടത്. പിന്നെ ഈ SIT ആദ്യം, ഞാനാണ് SITയുടെ ലീഡറെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്ത്രിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. കാര്യം ഇതിൻ്റെ ചീഫ്, ഈ ക്രിമിനൽ എന്റർപ്രൈസിൻ്റെ ചീഫ് എന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് ഞാൻ പറയും. തന്ത്രി അറിയാതെ ഒന്നും ചെയ്യില്ല. തന്ത്രിക്ക് പെക്യൂനറി അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട്, കോസിങ് പെക്യൂനറി അഡ്വാൻറ്റേജ് ഫോർ ഹിംസെൽഫ് ഓർ ഫോർ അതേഴ്സ്. അദ്ദേഹം അദ്ദേഹം ഇത് പെർമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഒരൊറ്റ റിപ്പോർട്ട് മതിയായിരുന്നല്ലോ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പമ്പ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ DGPക്കോ. ഒരു 2018 അദ്ദേഹം കൊടുക്കാത്തെന്താ? അപ്പോൾ കുറേ നാളുകളായി ഇതിങ്ങനെ ചെയ്ത് സുഖിച്ച് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പം പറയാണ് ഞാൻ അതിൽ റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഇതിൽ റെസ്പോൺസിബിൾ. ഇദ്ദേഹം എല്ലാത്തിലും റെസ്പോൺസിബിളാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും, ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മിടുക്കനായ ഹൈലി ഓണസ്റ്റ് ആയിട്ടുള്ള ആ പോലീസ് നമ്മുടെ ജഡ്ജ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം വെളിയൊന്നും. അല്ലെങ്കിൽ ഇപ്പോഴും തന്ത്രിയും ഈ മേൽശാന്തിയും എല്ലാം കൂടെ കൊള്ളയടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യില്ല. ഇതിനേക്കാൾ ഒരു വാക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമേ ഇല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്ത്രി എന്താണ്, കൊള്ളക്കാരനാണ്. തന്ത്രി ശബരിമലയിലെ പല സംഭവങ്ങളും കാണിക്ക എന്ന പേരിൽ ശബരിമലയിൽ കിട്ടേണ്ടത്, ദേവസ്വം ബോർഡിന്റെ കിട്ടേണ്ടത് മുഴുവൻ ചാക്കിക്കെട്ടി വീട്ടിലെത്തിച്ച ആളാണ് അയാൾ. ശബരിമലയ്ക്കകത്തിരുന്നു കൊണ്ട് അനധികൃതമായിട്ട് ശബരിമലയിലെ വസ്തുക്കളെ കൊള്ളയടിച്ചു കൊണ്ടുപോയിരുന്ന കൊള്ളക്കാരനാണെന്ന് ഇതിനേക്കാൾ ഇനി വലിയ തെളിവ് വേണോ? വിശ്വാസികളുടെ സ്വന്തം ചാനലായിട്ടുള്ള ജനം തന്നെ തന്ത്രിയെക്കുറിച്ചുള്ള ഈ ഒരു അനുഭവം പുറമെ ജനങ്ങളെ കേൾപ്പിച്ചു കൊടുത്തത് ഈ സന്ദർഭത്തിൽ അഭിനന്ദനാർഹമാണ്. കാര്യം കുറേയേറെ പേരെ BJPക്കാരും ഹിന്ദു പരിവാറുകാരെല്ലാം കൂടി ഇറങ്ങി നിന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പോവുകയാണ്. തന്ത്രി എന്ന ദേവസ്ഥാനത്തിരിക്കുന്നതാണ്, ആ ദേവസ്ഥാനത്തിരുന്നു കൊണ്ട് മോഷ്ടിക്കുന്നവൻ അവനെ കള്ളൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? കേട്ടില്ലേ? ശബരിമലയിലേക്ക് വരേണ്ട കാണിക്കയെ പോലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ മഹാനായിരുന്നു? അല്ല, ഒരിക്കലും മഹാനായിരുന്നില്ല. ശബരിമല എന്ന് പറഞ്ഞാൽ കച്ചവട സ്ഥാപനമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട ഭക്തരിൽ നിന്ന് ഇത്തിളിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ചൂഷണം ചെയ്ത് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു 916 കൊള്ളക്കാരനാണ് തന്ത്രി എന്ന് ആ CBI ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളുടെ ചുരുളഴിഞ്ഞ് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട് കാണും. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതിനകത്തിരിക്കുന്ന പല അമ്പലം വിഴുങ്ങികളുടെയും ഉദ്ദേശം എന്താണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്. നമ്മൾ ദൈവത്തിന്റെ ദാസനായിട്ടും ദൈവത്തിന്റെ ഏജന്റായിട്ടൊക്കെ ഇവരെ കാണുമ്പോൾ ഇവർ അവിടെ ഇരുന്നിട്ട് ദൈവത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വിശ്വാസ കാണിക്കകൾ മുഴുവൻ അടിച്ചുമാറ്റി സ്വന്തം വീട്ടിൽ കൊണ്ടുപോകുന്ന ഭൂലോക കള്ളന്മാരാണെന്ന് ഒരു CBI ഉദ്യോഗസ്ഥൻ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്തി നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതിന് അവസരമുണ്ടാക്കി കൊടുത്ത ജനം TVക്ക് 100 ചുവപ്പിൻ അഭിവാദ്യങ്ങൾ.